സംസ്ഥാനത്തെ ദേശീയപാത വികസനം മൂന്നാമത്തെ വരി ഒഴിച്ചിടണം. സുരക്ഷിത വേഗത്തിന് നടുവിലെ വരി 6 വരിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഏറെയാണ്. സംസ്ഥാനത്ത് ദേശീയപാത 66 6 വരിയിൽ വികസിപ്പിക്കുന്നതിന്റെ പ്രവൃത്തി അതിവേഗം മുന്നേറുകയാണ്. പണി പൂർത്തിയായ ഇടങ്ങളിലെല്ലാം പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കരുതുന്നത്. 6 വരി പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്ത ആളുകളും നിരവധിയാണ്. പ്രധാന കാര്യം ലെയിൻ ട്രാഫിക് കൃത്യമായി പാലിച്ചു വേണം വണ്ടി ഓടിക്കാൻ എന്നുള്ളതാണ്. ലെയിൻ ട്രാഫിക് സംവിധാനമുള്ള റോഡുകളിൽ കൃത്യമായും ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. വേഗത കൂടുതലായതിനാൽ അപകട സാധ്യതയും കൂടുതലാണ്. ട്രാക്കുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും മിറർ നോക്കി പുറകിലെ വാഹനത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുകയും വേണം. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം. 6 വരിയിൽ ഇരുവശത്തും 3 വരി വീതമാണ്. ഇതിൽ ഒന്നാമത്തെ ലൈൻ, അതായത് ഏറ്റവും ഇടതുവശത്തുള്ള ലൈൻ ഭാരവാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റു വാഹനങ്ങൾക്കുമാണ്. ചരക്കു ലോറികൾ, ട്രക്ക്, ഓട്ടോ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയെല്ലാം ഈ ലൈനാണ് ഉപയോഗിക്കുക. നടുവിലെ വരിയാണ് നോർമൽ ലൈൻ അഥവാ സുരക്ഷിത വേഗ ഇടനാഴി. നടുവിലെ ഈ ലൈനിലൂടെയാണ് ദീർഘദൂര സുരക്ഷിത വേഗതയിൽ പോകേണ്ട വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. വേഗം കുറഞ്ഞ ഒന്നാമത്തെ ലൈനിൽ പോകുന്ന വാഹനങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും നടുവിലെ ലൈനിലേക്ക് കയറാം. ഓവർടേക്ക് ചെയ്ത ശേഷം തിരികെ ഇടത്തെ ലൈനിലേക്ക് തന്നെ കടക്കണം. വലതുവശത്തെ ലൈൻ അഥവാ മീഡിയനോട് ചേർന്നുള്ള വഴി ഒഴിച്ചിടണം. ഈ വരി എമർജൻസി വാഹനങ്ങൾക്കും ഓവർടേക്കിംഗിനും മാത്രമുള്ളതാണ്. അതായത് ഈ വരിയിൽ മറ്റു വാഹനങ്ങൾ കൂടുതൽ സമയം ഓടിക്കരുത്. ആംബുലൻസ്, ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്കായി ഒഴിച്ചിടേണ്ടതാണ് ഈ വരി. നടുവിലെ വരിയിലൂടെ പോകുന്ന വേഗം കൂടിയ വാഹനങ്ങൾക്ക് മുന്നിലെ വാഹനത്തെ മറികടക്കാൻ ഈ വരിയിലേക്ക് കയറാം. ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ നടുവിലെ വരിയിലേക്ക് തന്നെ കടക്കണം. Even